ദിലീപ് മോഹൻലാൽ ചിത്രം ബബ്ബബയുടെ ചിത്രീകരണം പൂർത്തിയായി. അർജുൻ അശോകന്റെ കരിയർ ബെസ്റ്റ് ചിത്രമായി 25 കോടി ക്ലബിലെത്തി സുമതി വളവ്. ട്രോളുകൾക്കും സമ്മിശ്ര പ്രതികരണങ്ങൾക്കുമിടയിലും 400 കോടി കളക്ഷനിലേക്ക് രജനീകാന്ത് ചിത്രം കൂലി. വ്യത്യസ്തമായ പ്രകടനത്തിലൂടെ വീണ്ടും ഞെട്ടിക്കാൻ മമ്മൂക്ക. കളങ്കാവൽ ടീസർ എത്തുന്നു. അർജുൻ അശോകൻ നായകനായെത്തിയ ഹൊറർ കോമഡി ചിത്രം സുമതി വളവ് 25 കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ്. റിലീസായി 25 ദിവസങ്ങൾ കഴിഞ്ഞതിന് പിന്നാലെയാണ് സിനിമയുടെ കളക്ഷൻ 25.5 കോടി പിന്നിട്ടത്. നിർമ്മാതാക്കൾ തന്നെയാണ് ഔദ്യോഗിക കളക്ഷൻ പുറത്തുവിട്ടത്. അർജുൻ അശോകന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയം കൂടിയാണിത്. വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് അഭിലാഷ് പിള്ളയാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ലോകവ്യാപകമായി ഓഗസ്റ്റ് 1 തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡായി 11.15 കോടി ഗ്രോസ് കളക്ഷനായി നേടിയിരുന്നു. റിലീസിനെത്തിയതിന്റെ 2ാം ദിനം കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം 2 കോടി കളക്ഷൻ നേടിയെന്ന് അണിയറ പ്രവർത്തകർ വെളിപ്പെടുത്തിയിരുന്നു. തിയേറ്ററുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുന്ന സുമതി വളവിന് ഒരു 2ാം ഭാഗം ഉണ്ടാവുമെന്ന പ്രഖ്യാപനം അണിയറ പ്രവർത്തകർ നടത്തിയിരുന്നു. സുമതി വളവ് 2 ദ ഒറിജിൻ എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. ചിത്രം ഒരു പ്രീക്വലായിരിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ സൂചിപ്പിച്ചിരിക്കുന്നത്. മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിക്കുന്ന കളങ്കാവൽ എന്ന ത്രില്ലർ ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. പൂർണ്ണ ആരോഗ്യവാനായി മമ്മൂക്ക തിരിച്ചെത്തിയെന്ന സന്തോഷ വാർത്തയ്ക്കൊപ്പമെത്തിയ ഈ അപ്ഡേറ്റും വലിയ സന്തോഷത്തോടെയാണ് മലയാള സിനിമ ആരാധകർ ഏറ്റെടുത്തത്. താരത്തിന്റെ തിരിച്ചുവരവിന് ആശംസകളുമായി ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും വൻ പിന്തുണയാണ് സോഷ്യൽ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചിരിക്കുന്നത്. നിഗൂഢവും വിചിത്രവുമായ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന മമ്മൂട്ടിയാണ് പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിൻ്റെതായി ഇതിനു മുമ്പ് പുറത്തുവന്ന സ്റ്റിൽസ് എല്ലാം തന്നെ വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. ചിത്രത്തിന്റെ ഒരു ടീസർ പുറത്തെത്താൻ ഒരുങ്ങുകയാണ്. 53 സെക്കൻഡുള്ള ടീസറിന്റെ സെൻസർ കഴിഞ്ഞ വിവരം സോഷ്യൽ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം വേഫറർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത്. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത്. ദുൽഖർ സൽമാൻ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥയൊരുക്കി ശ്രദ്ധ നേടിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രം കൂടിയാണ്. കാത്തിരിക്കാം ചിത്രത്തിന്റെ ടീസറിനായി. സമ്മിശ്ര പ്രതികരണങ്ങൾക്കിടയിലും രജനീകാന്ത് ചിത്രം കൂലി തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിക്കുകയാണ്. ചിത്രം പുറത്തിറങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോൾ കളക്ഷൻ 400 കോടിയിലേക്ക് അടുക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ചിത്രം 90 കോടിക്കടുത്ത് കളക്ഷൻ നേടിക്കഴിഞ്ഞു. കേരളത്തിൽ നിന്നും ഇതുവരെ വാരിയത് 20 കോടിയാണ്. കർണാടകയിൽ നിന്നും 35 കോടിയാണ് ചിത്രം വാരിക്കൂട്ടിയിരിക്കുന്നത്. വിദേശത്തും സിനിമയ്ക്ക് ഗംഭീര പ്രതികരണമാണ് ലഭിക്കുന്നത്. ഏകദേശം 160 കോടിയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള കൂലിയുടെ കളക്ഷൻ. എന്നാൽ ഇപ്പോഴിതാ ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് നൽകിയതിനെതിരെ സൺ പിക്ചേഴ്സ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നും ചിത്രത്തിൽ അമിതമായ വയലൻസ് ഇല്ലെന്നുമാണ് നിർമ്മാതാക്കൾ ഹർജിയിൽ പറയുന്നത്. കൂലിയുടെ ഹൈപ്പിന് ഒരു പ്രധാന കാരണം ചിത്രത്തിന്റെ എ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ തലൈവർ രജനീകാന്ത് എത്തുന്ന ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ ഒരുപാട് അമിത പ്രതീക്ഷയോടെയാണ് ആരാധകർ സിനിമയെ സമീപിച്ചത്. എന്നാൽ KGF, ബീസ്റ്റ് തുടങ്ങിയ സിനിമകളിലേതിന് സമാനമായ സംഘടന രംഗങ്ങളാണ് കൂലിയിലുമുള്ളതെന്നും ആ സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റ് ലഭിച്ചപ്പോൾ തങ്ങളുടെ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് ആണ് നൽകിയതെന്നുമാണ് സൺ TV വാദിക്കുന്നത്. നിലവിലുള്ള ചില സീൻസ് മാറ്റി ചില പുതിയ സീൻസ് ആഡ് ചെയ്ത കൂലിയുടെ ഒരു റീസെൻസേർഡ് വെർഷൻ UA സർട്ടിഫിക്കറ്റിൽ ഉടൻ തിയേറ്ററിലേക്ക് എത്തുമെന്ന തരത്തിലും നിരവധി വാർത്തകൾ സോഷ്യൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വളരെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ദിലീപ് നായകനായെത്തുന്ന ഹൈ വോൾട്ടേജ് കൊമേഴ്ഷ്യൽ മാസ് മസാല ചിത്രം ബബ്ബബയുടെ ചിത്രീകരണം പൂർത്തിയായെന്ന വിവരം പങ്കുവച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. ചിത്രത്തിൽ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലാലേട്ടൻ എത്തുമെന്ന വാർത്ത ചില്ലറ ഹൈപ്പൊന്നുമല്ല ഉണ്ടാക്കിയത്. അതിനു പിന്നാലെ ബബ്ബബയിലെ ലുക്കിൽ ലാലേട്ടൻ എത്തിയ റിയാലിറ്റി ഷോസിൽ പോലും ചിത്രത്തിന്റെ വിശേഷങ്ങൾ ചർച്ചയായിരുന്നു. ഷൂട്ടിങ്ങിൽ നിന്ന് വരികയാണ്. പടത്തിന്റെ പേര് പറഞ്ഞാൽ ബബ്ബബ്ബ. ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഫൈനൽ ഷെഡ്യൂൾ റാപ്പ് ചെയ്തു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ലാലേട്ടനും ദിലീപും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ സുപ്രധാന ഭാഗങ്ങളുടെ ചിത്രീകരണമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. മോഹൻലാലും ദിലീപും ഒരുമിച്ചുള്ള ഒരു ഡാൻസ് നമ്പറും ചിത്രത്തിലുണ്ടെന്ന് പല സിനിമാ പ്രവർത്തകരും പറഞ്ഞിരുന്നു. റിലീസിനോടടുക്കുമ്പോൾ പാട്ടിന്റെ ഒരു ഗ്ലിംസെങ്കിലും ഇറക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ചിത്രീകരണം പൂർത്തിയായ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് അപ്ഡേറ്റുകളുടെ വരവായിരിക്കുമെന്നാണ് പല ആരാധകരും സോഷ്യൽ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത്. അതുപോലെ ഒരുപാട് ഫാൻ തിയറീസും ചിത്രത്തിനെ ചുറ്റിപ്പറ്റി പുറത്തു വരുന്നുണ്ട്.
ഓവർ ഹൈപ്പ് കൊടുക്കാതെ കാത്തിരുന്നാൽ ഒരു നല്ല കോമഡി എന്റർടൈനർ തിയേറ്ററിൽ ആസ്വദിക്കാൻ സാധിക്കുമെന്ന് പറയാതെ വയ്യ. നല്ലൊരു ചിത്രമായി തിയേറ്ററുകളിൽ ബബ്ബബ്ബ എത്തിച്ചേരട്ടെ എന്നും ആഗ്രഹിക്കുന്നു. നിവിൻ പോളി നായകനാകുന്ന ആദ്യ വെബ് സീരീസ് ഫാർമ പ്രദർശനത്തിനൊരുങ്ങുന്നു. കേരള ക്രൈം ഫയൽസ്, മാസ്റ്റർ പീസ്, പേരല്ലൂർ പ്രീമിയർ ലീഗ്, 1000 ബേബീസ്, കേരള ക്രൈം ഫയൽസ് 2 എന്നീ സീരീസുകൾക്ക് ശേഷം ജിയോ ഹോട്ട്സ്റ്റാർ അവതരിപ്പിക്കുന്ന വെബ് സീരീസാണ് ഫാർമ. നിവിൻ പോളിയുടെ ആദ്യ വെബ് സീരീസ് ആണെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ വെബ് സീരീസ് ഒരുക്കിയിരിക്കുന്നത്. KP വിനോദ് എന്ന മെഡിക്കൽ റെപ്രസെന്റേറ്റീവിന്റെ ജീവിതത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഈ മെഡിക്കൽ ഡ്രാമയിൽ ബിനു പപ്പു, നരേൻ, മുത്തുമണി, ശ്രുതി രാമചന്ദ്രൻ, വീണ നന്ദകുമാർ, അലേഖ് കപൂർ തുടങ്ങി മികച്ച താരനിരയും അണിനിരക്കുന്നു. ബോളിവുഡ് ഇതിഹാസം രജിത് കപൂർ ഒരു ദശാബ്ദത്തിനു ശേഷം മലയാള സിനിമയിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. PR അരുണാണ് ഈ വെബ് സീരീസ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഫാർമയുടെ വേൾഡ് പ്രീമിയർ 2024 നവംബർ 27 ഗോവയിലെ പനാജിയിൽ സ്ഥിതി ചെയ്യുന്ന ഐനോക്സിൽ നടന്നിരുന്നു. ഫാർമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ആരാധകർ വളരെ ആവേശത്തിലാണ്. കാത്തിരിക്കാം നിവിൻ പോളിയുടെ ആദ്യ വെബ് സീരീസ് ഫാർമയുടെ റിലീസിനായി. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും മറ്റു വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.